ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൂടാ എന്നാണ്. അത് ഞാൻ വേറൊരു പേരിൽ ഈ കുട്ടിക്ക് 1-2 കത്ത് എഴുതിയിട്ടുണ്ട്. അതെന്തിന്? അത് പിന്നെ ഈ കുട്ടിയുടെ ചരിത്രം പരീക്ഷിക്കാൻ. ഇവളും വേറൊരുത്തനുമായി പ്രേമമാണോ എന്ന് ഞാൻ സംശയിച്ചു. അതുകൊണ്ട് അവന്റെ പേരിലാണ് ഞാൻ ആദ്യം കത്തെഴുതിയത്. ഇപ്പൊ വീണ്ടും ഇതേ കൈപ്പടയിൽ തന്നെ കത്തെഴുതിയാൽ ആകെ കുഴപ്പമാവും. അതുകൊണ്ടാ. അപ്പൊ കുട്ടിയുടെ പേരെന്താ? പേരെഴുതണ്ട. എന്റെ കരളയെന്ന് എഴുതിക്കും. അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടല്ലേ ആശാനെ? ആണോ? എന്നാ പിന്നെ എന്റെ പൊന്നേന്ന് കാച്ചിക്കും. എന്റെ പൊന്നെ. എന്റെ പൊന്നെ, നമ്മൾ തമ്മിൽ ആദ്യം കണ്ട നിമിഷം തന്നെ നല്ല ഉരുട്ടി എഴുതണം. നന്നായിരിക്കണം കണ്ടു കഴിഞ്ഞാൽ. ആദ്യം കണ്ട നിമിഷം തന്നെ എന്റെ മനസ്സ് ഞാൻ തന്നു കഴിഞ്ഞു. ആ ഹൃദയം എനിക്ക് തരില്ലേ? തന്നില്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല. അത്രയും വേണോ? വേണം. കുറച്ച് കടുപ്പത്തിൽ ഇരിക്കട്ടെ. എഴുത്. എന്നെ സ്നേഹിക്കുന്നു എന്നെഴുതി അറിയിക്കുക. അതുവരെ എനിക്ക് മനസമാധാനമുണ്ടാവില്ല. തെളിച്ചെഴുത്. എന്ന് സ്വന്തം ദിലീപ് കുമാർ. ഏൽക്കണം. അഡ്രസ് ഞാൻ എഴുതിക്കണം. അപ്പൊ കൈപ്പട? അത് പിന്നെ വലിയ അക്ഷരത്തിലില്ല, അറിയത്തില്ല. സമയം ഒരുപാടായി. അപ്പൊ ഇറങ്ങല്ലേ? ശരി. അതിങ്ങ് വന്നേ. അങ്ങോട്ട് വന്നേ. ഏത്? ഞാൻ സോർട്ട് ചെയ്തോളാം. അതല്ല, അതിനകത്തൊരു കത്ത് വേറെയാ. അങ്ങോട്ട് വന്നേ. ഏതെന്ന് പറ. KP അമ്മണിക്കുട്ടി KJ ഹൗസ്. അതിങ്ങ് വന്നേക്കൂ. KP അമ്മണിക്കുട്ടി KJ ഹൗസ്. ഇത് ഞാൻ കൊടുത്തോളാം. എന്താ? വേണ്ട, അത് ഞാൻ കൊടുത്തോളാം. ഈ കത്ത് മാത്രം സ്വയം ഡെലിവറി ചെയ്യേണ്ട കാര്യം എന്റെ ഡ്യൂട്ടിയിൽ മറ്റാരും കൈകടത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല. മര്യാദ കത്തിരുന്നാ നല്ലത്. ചുമ്മാ പേടിപ്പിക്കാതെ ആശാനെ. ഈ കത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഞാൻ കംപ്ലൈന്റ് ചെയ്യും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഞാൻ വെളിയിലാക്കും. ആരാ വെളിയിലാണെന്ന് നമുക്ക് കണ്ടറിയാം. മിസ്റ്റർ ദേവാനന്ദ്, ദിലീപ് കുമാറിനോട് കളി വേണ്ട. കാണാമടാ. കാണാം. അല്ല, കൊച്ചുകുട്ടംപിള്ള ഫയൽവാൻ എന്ന് പറയുന്നത് ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പുതുതായി ചാർജ് എടുത്തിട്ടുള്ള പോസ്റ്റ്മാനാണ്. ഞാൻ സാധാരണ പാന്റും ഷർട്ടുമാണ് ഇടുന്നത്. പിന്നെ ഇതൊരു കുഗ്രാമമായതുകൊണ്ട് വെറുതെ ഒരു ചേഞ്ചിന് മുണ്ടും ബനിയനും മതിയെന്ന് വിചാരിച്ചു. അവിടെ വേറെ ഒരുത്തരുണ്ടായിരുന്നല്ലോ, അവൻ പോയോ? അവനെ ഞാൻ അവിടെ ഇരുത്തിയിരിക്കുക. അവിടെ ഇരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാ പിന്നെ അവനെ എതിർക്കാൻ പറ്റില്ലേ? അതെന്താച്ചാ അവന്റെ എന്റെ ശമ്പള സ്കെയിൽ വെച്ച് നോക്കുമ്പോ അവൻ എന്നോട് ഒന്നും പറയാൻ പറ്റില്ലേ? ആശാൻ എവിടേക്കാ? വൈദ്യശാല വരെ. അയ്യോ, ആശാൻ നല്ലൊരു വൈദ്യൻ കൂടിയാണെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ അങ്ങനെ ഇങ്ങനെ ആരും ചികിത്സിക്കാറില്ല. പക്ഷേ കൊച്ചുകുട്ടമ്പിള്ള ഫയൽവാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ബഹുമാനവും ഭയവും ഒക്കെയാ. എവിടെയാ നാട്? പയ്യോളി. നമ്മുടെ PT ഉഷയുടെ കോഴിക്കോടിനടുത്താ. എന്താ കത്ത് വല്ലതുണ്ടോ? കത്തുണ്ട്, പക്ഷെ ആശാനല്ല. ആരാ ഈ KP അമ്മണിക്കുട്ടി? എന്റെ മോള്. ആൾക്കാരാ കത്തയക്കാൻ? അതെനിക്കറിയില്ല. ആ പേരിൽ ഒരു കത്തവിടെ കണ്ടു. അവൻ പറഞ്ഞു അവൻ കൊടുത്തോളാമെന്ന്. ആര്?
ഇപ്പൊ ഞാൻ അവിടെ ഇരുത്തിയിട്ട് വന്നില്ലേ ആ ക്ലാസ് 4 ജീവനക്കാരനെ. പെൺകുട്ടികളാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ആരുടെ കത്താണ്, എന്തിനുള്ള കത്താണ്. എനിക്കും സഹോദരിമാരൊക്കെ ഉണ്ടേ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. രാധയ്ക്ക് പനി. ആരാ നിനക്ക് കത്തയച്ചത്? ആരും അയച്ചില്ലല്ലോ. നീയല്ലേ KP അമ്മണിക്കുട്ടി? അത് വലിയ പറമ്പത്തെ അമ്മണിക്കുട്ടിയായിരിക്കും. അതെ, ചിലപ്പോ വലിയ പറമ്പത്തെ ആയിരിക്കും. എന്റെ പേര് ദേവാനന്ദ്. ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പോസ്റ്റ്മാൻ. മറ്റാരെങ്കിലും കുട്ടിയുടെ കയ്യിൽ കത്ത് തരികയാണെങ്കിൽ വാങ്ങിക്കണ്ട കേട്ടോ. അനാവശ്യം പറയരുത്. അവളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. എന്നോട് ദയവ് ചെയ്ത് ദേഷ്യപ്പെടരുത്. മോളെ വിളിച്ച് ചോദിക്കുകയും വരുത്. പെൺകുട്ടികളാ, നമ്മൾ സൂക്ഷിക്കണം. അവര് വല്ല അതിക്രമവും കാണിച്ചാൽ. അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന എന്റെ അനന്തരവൻ പയ്യനാ. നല്ല ശരീരശേഷിയുള്ളവനാ. 10 ആൾ ഒരുമിച്ച് വന്നാലും അവൻ ഒറ്റയ്ക്ക് തല്ലി നിരപ്പാക്കും. അത് നിരപ്പാക്കിക്കോട്ടെ, പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് 4 പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം. അതുള്ള വഴി ആലോചിച്ചാട്ടെ. അവനെ ശരിപ്പെടുത്തും. ദിലീപ് കുമാർ അല്ലേ? അതെ. ഒരു നിമിഷം ഒന്ന് വരണം. എന്താ കാര്യം? കുട്ടൻപിള്ളയുടെ മോളുമായി. അതെ, ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിൽ. നമുക്ക് അകത്തോട്ടൊന്ന് സംസാരിക്കാം. ആരാ മനസ്സിലായില്ല? അമ്മണിക്കുട്ടിയുടെ. അയ്യോ, എന്താ? അയ്യോ, എന്താ പ്രശ്നം? നിങ്ങൾക്ക് ആളൊന്നും തെറ്റിയിട്ടില്ലല്ലോ. ആളൊന്നും തെറ്റിയിട്ടില്ല, നീ തന്നെയാ. അയ്യോ, അമ്മേ, അയ്യോ അമ്മേ, അയ്യോ അയ്യോ, ചോര. നിങ്ങൾ എന്തുവാ? നിങ്ങൾ ഉദ്ദേശം എന്തുവാ? അയ്യോ, നിങ്ങൾ ഉദ്ദേശം എന്താ? എനിക്ക് കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് പെരുമാറണം കേട്ടോ. ഒരാളെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുന്നത് എനിക്ക് ദേഷ്യം വരും. രാമേന്ദ്രൻ എന്താണ് പറഞ്ഞത്? വിളിച്ചിറക്കി അടിയെന്ന് തുടങ്ങി. ഒന്നും പറഞ്ഞില്ലേ? അടിയൊന്നും നിർത്തിയിട്ട് വേണ്ട എന്തായാലും പറയാം. എന്താ ഓടി വായോ നാട്ടുകാരെ. അയ്യോ
ഇത് നമ്മള് പോസ്റ്റ് മാഷല്ലേ മാഷേ? എന്ത് പറ്റി മാഷേ? എന്ത് പറ്റി? എന്ത് പറ്റി മാഷേ പറ. ഫയൽമാൻ കൊച്ചുകൂട്ടമ്പിള്ളയുടെ ആൾക്കാരാ. ആൾക്കാര് ഒരു 100 പേരുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ ആയുധം. എന്നിട്ട് കുറച്ചു സമയം ഞാൻ അടിച്ചു നിന്നു. പക്ഷെ എന്റെ കയ്യിൽ ആയുധം ഇല്ലായിരുന്നല്ലോ. ആയുധം പോട്ടെ. എന്തിനാ ചീട്ട് കളിക്കണം? മാഷെ കാര്യം പറ. വെറുതെ തന്നെയായിരിക്കും. വെറുതെ അങ്ങനെ ഒരാൾ തല്ലോ മാഷെ? കാര്യം പറ, തെളിച്ച് പറ. എന്താ ഇങ്ങോട്ട് വന്നേ. എന്താ ഇനി സത്യം പറയാം. പറഞ്ഞോളൂ. ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരില്ല. എടാ ഇപ്പ ആരും ഇങ്ങോട്ട് ഇവിടെ കേട്ടോ. എനിക്ക് അയാളുടെ മകൾ അമ്മണിക്കുട്ടി ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോളൂ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ? ആരും പറഞ്ഞു കുറ്റാണെന്ന്? പ്രേമിച്ചോളൂ. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ഞാൻ അന്യനാട്ടുകാരനല്ലേ. അത് പറയരുത്, അത് പറയരുത്. ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടവകാശമുള്ള പൗരനാണെങ്കിൽ അമ്മണിക്കുട്ടിയെ കയ്യില് അമ്മണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാടത്വത്തിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തും. ഇല്ല, ആരും ശബ്ദം ഉയർത്തണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. സഖാവേ, ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ആണോ? അല്ല. ഈ മുത്താരം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഈ ഇൻക്ലാബ് സിന്ദാബാദ്, കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ടും പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. പ്രേമിക്കും പ്രേമിക്കും ഇനിയും ഞങ്ങൾ പ്രേമിക്കും. ഒന്നേ ഉള്ളൂ പ്രതിവിധി. ഇതിന് കല്യാണം, അത് കല്യാണം. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ട് പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. ദിലീപ് കുമാറിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കുട്ടമ്പിള്ള. ഇംഗ്ലണ്ട് 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 സിന്ദാബാദ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കും. ഞാൻ പോയിട്ട് ഇപ്പൊ. അതെ നേരാവേ, ഞങ്ങൾ ചീട്ടുകൾ മുടക്കിട്ടാ വന്നിരിക്കുന്നത്. മുടക്കണ്ട, പോയി കളിച്ചോ. അല്ല, അത് പോയി കളിക്കാൻ. പക്ഷെ വന്നതിനെന്തെങ്കിലും ഫലം വേണം. ഇവിടെ വാ. ആദ്യം നിന്റെ ഈ ശബ്ദം ഒന്ന് കുറയ്ക്കി. അതിനുശേഷം എന്താഴ്ച ഞാൻ ചെയ്തോളാം കേട്ടോ. വിടാൻ കൊള്ളത്തില്ലല്ലോ. ഗംഭീര ജാഥ. പ്രതിഷേധത്തിന്റെ ശംഖനാദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു വരികയാണ്. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മിസ്റ്റർ ദിലീപ് കുമാർ, സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കണം. എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താരം കുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദം ഉയർത്തുകയാണ്. നന്ദി വേണോടോ, നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. അയ്യോ, ഞാനത് വേറൊരു ആവശ്യം. വേണ്ട, സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കൂ. അയ്യോ എടാ, നിനക്ക് ഞാനുണ്ടടാ. ഈ KPK തങ്കപ്പൻ ചേട്ടനുണ്ടടാ. ഈ നാട്ടിലെ ബഹുജനങ്ങളുണ്ട്. KP അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം. ഇല്ലെങ്കിൽ കഴിപ്പിക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. അപ്പുക്കുട്ടമ്പിള്ള കണ്ടിട്ടുണ്ടോ വേലുപ്പിള്ള ഫേൽവാനെ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. ആഹാരം കഴിക്കാം, പക്ഷേ അതിനോട് ഭ്രാന്ത് പാടില്ല. വേലുപ്പിള്ളയ്ക്ക് പറ്റിയതാ. ഈ ഫയൽമാൻമാർക്ക് ബ്രഹ്മചര്യം പോലെ തന്നെ പ്രധാനമാണ് ആഹാരത്തിലുള്ള നിഷ്ഠയും. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ജാഥ? മർദ്ദന പ്രതിഷേധ ജാഥ. ജാഥയെങ്കിൽ ജാഥ. എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാ ആശാനെ. ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആശാൻ ജാഥയെ ഒന്ന് നേരിടണം. കുമാരനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി ഒന്നേ ഉള്ളൂ പ്രതിവിധി. ഇതിന് കല്യാണം, അത് കല്യാണം.
ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന്, കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന്, കല്യാണം അത് ഇത് കല്യാണം. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ആരാ നിങ്ങളുടെ നേതാവ്? നീയാണെന്ന് പറയടാ. തീപ്പരി ഞങ്ങളുടെ നേതാവ്. നേതാവ് മുന്നോട്ട് വരട്ടെ. ഞങ്ങൾക്കില്ല ഇവിടെ. അടിയെങ്കി അടി, വെടിയെങ്കി വെടി. നേതാവ് ധൈര്യമായിട്ട് തന്നെ അകത്രത്തിന് നീ ഇത് ഇവിടെ ഡയറി ഓടി തള്ളില്ല തള്ളില്ല. ഞാൻ പോകണ്ട, ഞാൻ പോയിക്കോളാം, ഞാൻ പോയിക്കോളാം. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഘരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടികൾ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പിളുടെ മകളെ ഒരു കൈമുക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ ദിലീപ് കുമാർ. തെളിയിക്കണം. തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. മതി എന്റെ പിള്ള ഫൈൽവാനെ. ആ പീറ ചെറുക്കനോട് പിടിക്കാൻ ഇത്രയും ദേഹം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. അവനോട് പിടിക്കാൻ അത്ര വലിയ കസർത്തൊന്നും വേണ്ടെന്ന് എനിക്കറിയാം. അതും ശരിയാ. പിന്നെ ഈ 6 നേരം തിന്നുന്നത് ദഹിക്കണമല്ലോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ പൊക്കിയെടുത്ത് ഞാൻ നിലത്തടിക്കും. ചാവാതിരുന്നാൽ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോകുന്നു. ഗുസ്തി പിടിക്കുന്നതിന് മുമ്പ് അമ്മയോട് വിവരങ്ങൾ പറഞ്ഞ് അനുഗ്രഹം വാങ്ങിക്കണം. എന്തെങ്കിലും അസുഖമോ മറ്റോ പിടിക്കുകയാണെങ്കിൽ
ഗുസ്തി പിടിക്കേണ്ട ദിവസം കഴിഞ്ഞേ ഞാൻ ഇവിടെ വരും. എന്തായാലും വരും. പക്ഷെ അതിനു മുമ്പ് മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരെയും കല്യാണം കഴിക്കരുത്. എന്ത് തന്നെ സംഭവിച്ചാലും അമ്മിണിക്കുട്ടി ഈ ദിലീപിനുള്ളതാണ് എന്ന് സ്വന്തം ദിലീപ് കുമാർ.